വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ഒരു പാർട്ടി വിയർ ആയിട്ടുള്ള പ്രീമിയം സെറ്റാണ് നമ്മൾ ഇതിൽ കാണാൻ പോവുക. ഗോൾഡ് ക്രഷ് ഫാബ്രിക്, അതായത് ക്രഷിൽ തന്നെ കുറച്ചുകൂടെ പ്രീമിയം ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക് ആണ് ഗോൾഡ് ക്രഷ്. അതിലാണ് നമ്മളിപ്പോൾ ഒത്തിരി പേര് ക്രഷ് ഫാബ്രിക് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പം നല്ല യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ്. അങ്ങനെ സ്റ്റിഫൊന്നും അല്ല. ആ ഒരു അതായത് സെൽഫ് ടോണിൽ തന്നെ എംബ്രോയിഡറി വർക്കാണ് ഫുൾ വന്നേക്കുന്നത്. ഇതിൽ ടോപ്പിൽ ഓൾ ഓവർ വിത്ത് ഇതുപോലെ ഒരു ബട്ടൺ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദുപ്പട്ടയാണെങ്കിലും അടിപൊളിയാണ്. കാണുന്നുണ്ടോ? സെൽഫ് ടോണിൽ തന്നെ നല്ല ഹെവി ബോർഡർ വർക്ക് ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ്. അതിൽ കുഞ്ഞു കുഞ്ഞു സീക്വൻസിങ് വർക്കിനെ ഹൈലൈറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതാണ് ദുപ്പട്ട. സെയിം ഗോൾഡ് ക്രഷ് ഫാബ്രിക്കിൽ തന്നെയാണ് ദുപ്പട്ടി. ഇതാണ് സെക്കൻഡ് കളർ. ഒരു ഡാർക്ക് കോപ്പർ റസ്റ്റ് ടോണിലാണ് ഇത് വന്നേക്കുന്നത്. അതിൽ അതായത് ബേസ് കളറിനേക്കാളും ഒന്നെങ്കിൽ കുറച്ച് ലൈറ്റോ അല്ലെ ഡാർക്ക് കളറോ ആയിരിക്കും എംബ്രോയിഡറിയിൽ കൊടുത്തേക്കും. എന്നാലേ നമുക്ക് ആ എംബ്രോയിഡറി കാണാൻ പറ്റുള്ളൂ. ഗോൾഡ് ക്രഷ് ആണ്, പ്രീമിയം കളർ ഫാബ്രിക് ആണ് അതിൽ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു തിളക്കമൊക്കെ ചിലപ്പം വീഡിയോയിൽ കാണാതിരിക്കും. നല്ല ഫാബ്രിക് ആണ്. ഇപ്പോഴത്തെ മാർക്കറ്റിലുള്ള ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക്കാണ് നമ്മുടെ ഈ ക്രഷ്ഡ് ഫാബ്രിക്കുകൾ. അതേപോലെ തന്നെ ക്രഷ്ഡ് ഓർഗൻസ, ക്രഷ്ഡ് ബ്ലാക്ക്ബെറി, ക്രഷ്ഡ് ആയിട്ടുള്ള ജോർജറ്റ് അതൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെൽവെറ്റ് ഓർഗൻസ് അതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത്. ഇതുണ്ട് ഇങ്ങനെ നിൽക്കും. ഇതിൽ ബോട്ടോ ലൈനിങ്ങും വരുന്നുണ്ട്. സാൻഡൂൺ ഫാബ്രിക്കിൽ തന്നെയാണ് ബോട്ടോ ലൈനിങ്ങും വന്നേക്കുന്നത്. ഇതുണ്ട് ടോപ്പ് നോക്കി നല്ല പ്രീമിയം ആയിട്ടുള്ള ടോപ്പാണ്. ഫുൾ ആ ഒരു ലൈറ്റ് ഷെയ്ഡിൽ തന്നെ ഫുള്ളി വർക്ക് വന്നിരിക്കുന്ന ടോപ്പ്. ദുപ്പട്ട വരുമ്പം ഇതുപോലെ തിക്ക് ബോർഡർ വർക്ക് വന്നേക്കുന്ന ഒരു പാർട്ടി വിയർ ദുപ്പട്ടയാണ് അതിൽ ചെയ്തേക്കും. അതും ഗോൾഡ് ക്രഷിൽ തന്നെ. ഷെയ്ഡ് നമ്മുടെ ലെവൻഡർ ടോൺ, അത് കുറച്ചുകൂടെ ഓക്കഡ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്. ആ ഒരു എംബ്രോയിഡറിയിൽ കൊടുത്തേക്കുന്നത്. ഇതേപോലെ ബട്ടൺ വർക്ക് വന്നിരിക്കുന്നു. ഫുൾ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന ഗോൾഡ് ക്രഷ് ഫാബ്രിക്കിലാണ് വിത്ത് ബോട്ടോ ലൈനിങ്ങും. ഡൾ സാൻഡൂൺ അല്ലെങ്കിൽ ഹെവി സാൻഡൂൺ ഫാബ്രിക്കിലാണ് ഇതിൽ ബോട്ടോ ലൈനിങ്ങും ചെയ്തേക്കുന്നത്. ഇതേപോലെ നിൽക്കും. അത് കുറച്ച് ഗ്ലിറ്ററി ലുക്കിൽ വരുന്ന ഓൺ ഡിസൈൻ ആയതുകൊണ്ട് ലെങ്ത് 2.6 മീറ്റർ ആണ്. ദുപ്പട്ട 2.4. ഇതാണ് ഇതുണ്ട് ഹെവി ബോർഡർ വർക്ക്. മൾട്ടി കളർ അല്ല, അതായത് ബേസ് കളറിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കോ ലൈറ്റോ ആയിട്ട് അത് കളർ ഇങ്ങനെ നമുക്ക് കാണാവുന്ന രീതിയിലുള്ള ഷെയ്ഡാണ് ഈ എംബ്രോയിഡറിയിലും ബോർഡറിലും യൂസ് ചെയ്തത്. നല്ലൊരു 7 ഇഞ്ച് ബോർഡർ ആണ് ഇതിൽ കൊടുത്തേക്കുക. ഇങ്ങനെ വരും ഓവറോൾ ലുക്ക്. ഷെയ്ഡ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നമ്മുടെ പർപ്പിളിന്റെ ഷെയ്ഡാണ്. പർപ്പിൾ ഭയങ്കര ഇങ്ങനെ ഗ്ലിറ്ററി ആയിട്ടുള്ളൊരു ഫീലാണ് ഇതിൽ വന്നേക്കുന്നത്. ഗോൾഡ് ക്രഷ് ആണ് ഫാബ്രിക്. ആപ്പിൾ ഗ്രീൻ്റെ ടോണിൽ സെയിം പാറ്റേൺ. ഒരു പാർട്ടി വിയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈൻ പാറ്റേൺ ആണ്. അതും ഗോൾഡ് ക്രഷ് പ്രീമിയം ആയിട്ടുള്ള ക്രഷ്ഡ് ഫാബ്രിക് ആണ് ഈ ഗോൾഡ് ക്രഷ്. അതിലാണ് ഈ ഹെവി ബോർഡർ വർക്ക് വന്നേക്കുന്നത്. റേറ്റ് 1380, 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇതാണ് ലാസ്റ്റ് കളർ. നമ്മുടെ ടീൽ ഷെയ്ഡിലാണ് വരുന്നത്. ടീൽ ആണെങ്കിലും അതിന് ഭയങ്കര ഭംഗിയാണ്. ഈ ഒരു ഗ്ലിറ്ററി ലുക്കും ഒക്കെ വരുന്നതുകൊണ്ട് ഇത്രയും കളർ ഷെയ്ഡ്സുകളിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. 6 കളർ ഷെയ്ഡ്സ് ഉണ്ട്. ബോട്ടോ ലൈനിങ്ങും ഉണ്ട്. റേറ്റ് 1380. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. 6 കളർ ഷെയ്ഡ്സിൽ വരുന്ന പ്രീമിയം ഒരു പാർട്ടി വിയർ കളക്ഷനാണ് നമ്മൾ കണ്ടത്. റേറ്റ് 1380 ആണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ മാക്സിമം വെബ്സൈറ്റ് വഴി ഓർഡർ പ്ലേസ് ചെയ്യുക. വെബ്സൈറ്റോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിലേ ഇല്ലാതെ വരണമെങ്കിൽ വെബ്സൈറ്റ് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്